പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്കൊരുമിച്ച് 2020 നവംബർ മാസം 1-ാം തീയതി പ്രഭാതത്തിൽ നമ്മുടെ കർത്താവിനെ ആരാധിക്കുവാൻ, ഈ കർത്തൃ ദിവസം പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ, കർത്താവിനെ വാഴ്ത്തുവാൻ സർവശക്തനായ നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്കൊരുക്കി തന്നിരിക്കുന്ന നല്ല അവസരങ്ങൾക്കായിട്ട് നമ്മുടെ കരങ്ങളെയൊക്കെ ഉയർത്തി സന്തോഷമുള്ള ഹൃദയത്തോടെ ആനന്ദത്തോടെ നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ നമ്മളെ കാത്തു പരിപാലിച്ചു. കഴിഞ്ഞ രാത്രിയിലും കർത്താവിൻ്റെ കൃപ നമ്മൾ അനുഭവിച്ചു. ആമേൻ. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ നമ്മുടെ പിതാവ് നമ്മളെ ഉണർത്തി. ഈ പകൽക്കാലം അത്ഭുതകരമായി നടത്തുന്ന കൃപകളെ ഓർത്ത് ആ കരങ്ങളെ ഒന്നുകൂടെ ഉയർത്തി സ്തോത്രം പറഞ്ഞേ. സ്തോത്രം പിതാവേ, സ്തോത്രം പിതാവേ, സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ ഒരു മാസം, ഒക്ടോബർ മാസം മുഴുവനും കർത്താവിൻ്റെ വലിയ ശ്രേഷ്ഠമായ ചിറകിൻ്റെ മറവിൽ നമ്മളെ മറച്ചു. ഈ മഹാമാരിയുടെ നടുവിൽ കർത്താവ് നമ്മളെ ക്ഷേമത്തോടെ പുലർത്തി. അനർത്ഥങ്ങൾ, അപകടങ്ങൾ, രോഗങ്ങൾ, ദുഃഖങ്ങൾ, കഷ്ടതകൾ എന്നൊക്കെയും കഴിഞ്ഞ ഒരു മാസം ദൈവം നമ്മളെ വിടുവിച്ചു. നന്ദിയോടെ സ്തോത്രം പറ. ഹല്ലേലൂയ. സ്തോത്രം പിതാവേ, സ്തോത്രം പിതാവേ, സ്തോത്രം 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 സ്തോത്രം. കർത്താവേ, ഈ പ്രഭാതത്തിൽ ഉണർന്ന കർത്താവിൻ്റെ മുൻമുഖത്തേക്ക് നോക്കി അങ്ങ് നല്ലവനാണ്, അങ്ങയുടെ ദയ എന്നേക്കുമുള്ളതെന്ന് പറയുവാൻ തക്കവണ്ണം അങ്ങ് ഞങ്ങൾക്ക് തന്നിരിക്കുന്ന നല്ല അവസരങ്ങൾക്കായിട്ട് അങ്ങേക്ക് നന്ദിയോടെ സ്തോത്രം പറയുന്നു. പിതാവേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു, അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു. അങ്ങ് സർവ്വശക്തനല്ലേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്ന കർത്താവേ. കഴിഞ്ഞ 10 മാസം, ഞങ്ങളെ 10 മാസങ്ങൾ ആമേൻ, ജനുവരി മുതൽ ഒക്ടോബർ 31 വരെ അത്ഭുതകരമായി നടത്തിയ കർത്താവിൻ്റെ വിശ്വസ്തതയ്ക്ക് സ്തോത്രം പിതാവേ, കർത്താവിൻ്റെ വിശ്വസ്തതയ്ക്ക് സ്തോത്രം പിതാവേ. ഓ, അങ്ങ് നല്ലവനാപ്പാ, അങ്ങയുടെ ദയ എന്നേക്കുമുള്ളത്. അങ്ങേക്ക് ഞങ്ങളോടുള്ള ദയ വലുതാകിയാൽ സ്തോത്രം, അങ്ങേക്ക് ഞങ്ങളോടുള്ള കരുണ വലുതാകിയാൽ സ്തോത്രം, അങ്ങയുടെ കൃപ വലുതാകിയാൽ സ്തോത്രം. ഹല്ലേലൂയ. ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. സ്തോത്രം. സങ്കീർത്തനങ്ങൾ 100 പറയുന്നു, സകല ഭൂവാസികളുമായുള്ളവരേ യഹോവയ്ക്ക് ആർപ്പിടുവീൻ. ഹല്ലേലൂയ. സന്തോഷത്തോടെ യഹോവയെ സേവിപ്പീൻ, സംഗീതത്തോടെ അവൻ്റെ സന്നിധിയിൽ വരുവീൻ. യഹോവ തന്നെ ദൈവമെന്ന് അറിവീൻ. അവൻ നമ്മെ ഉണ്ടാക്കി, നാം അവനുള്ളവർ ആകുന്നു. അവൻ്റെ ജനവും അവൻ മേയിക്കുന്ന ആടുകളും തന്നെ. അവൻ്റെ വാതിലുകളിൽ സ്തോത്രത്തോടും അവൻ്റെ പ്രാകാരങ്ങളിൽ സ്തുതിയോടും കൂടെ വരുവീൻ. അവന് സ്തോത്രം ചെയ്ത് അവൻ്റെ നാമത്തെ വാഴ്ത്തുവീൻ. യഹോവ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്, അവൻ്റെ വിശ്വസ്തത തലമുറ തലമുറയോളം ഇരിക്കുന്നു. ഈ പ്രഭാതത്തിൽ നമുക്ക് ഒരുമിച്ച് കർത്താവിനെ ആരാധിക്കാം, നമുക്ക് ഒരുമിച്ച് കർത്താവിനെ സ്തുതിക്കാം. എല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കണം കേട്ടോ. ഈ പുതിയ മാസത്തിൻ്റെ ആരംഭ നിമിഷങ്ങളാണ്. അമേൻ അമേൻ. ആരംഭ ദിവസത്തിൻ്റെ ആരംഭ നിമിഷങ്ങൾ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ തുടക്കം ദൈവത്തോടു കൂടെയാണെങ്കിൽ ആമേൻ, കർത്താവിൻ്റെ സാന്നിധ്യം ത്രൂ ഔട്ട് ദ മന്ത് നമുക്ക് അനുഭവിക്കാൻ കഴിയും. അതുകൊണ്ട് കണ്ണുകളൊക്കെ അടച്ചിരുന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഞങ്ങളുടെ സ്വർഗീയപ്പാ, ഈ നവംബർ മാസം 1-ാം തീയതി പ്രഭാതത്തിൽ ഞങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അങ്ങേ ആരാധിക്കുന്നു, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു പിതാവേ. കഴിഞ്ഞ പകൽക്കാലവും കഴിഞ്ഞ രാത്രിയിലും കഴിഞ്ഞ ഒരു മാസവും ഞങ്ങളെ അത്ഭുതകരമായി നടത്തിയ കൃപകൾക്കായി സ്തോത്രം. ഈ പ്രഭാതത്തിൽ കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ഈ പുതിയ മാസത്തിൻ്റെ ആരംഭ ദിവസത്തിൽ ഞങ്ങൾ ഒരുമിച്ച് അങ്ങേക്ക് സ്തോത്രം പറയുന്നു, അങ്ങേ സ്തുതിക്കുന്നു, അങ്ങേ ആരാധിക്കുന്നു. അങ്ങ് സർവശക്തന, അങ്ങ് സർവവല്ലഭന, അങ്ങേക്ക് അസാധ്യമായിട്ട് ഒന്നും തന്നെയില്ല. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. ഞങ്ങളോടുള്ള അങ്ങയുടെ കരുണ വലുതാ, ഞങ്ങളോടുള്ള അങ്ങയുടെ കൃപ വലുതാ, ഞങ്ങളോടുള്ള അങ്ങയുടെ ദയ വലുതാകിയാൽ സ്തോത്രം. പിതാവേ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ഈ പ്രഭാതത്തിൽ ഞങ്ങളങ്ങേക്ക് സ്തോത്രയാഗങ്ങളെ അർപ്പിക്കുന്നു. കർത്താവേ, അങ്ങ് വലിയവനാണ് കർത്താവേ, അങ്ങേക്ക് ഒന്നും തന്നെ അസാധ്യമായിട്ടില്ല കർത്താവേ. അങ്ങേക്ക് സ്തോത്രം 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 കർത്താവേ. അപ്പോൾ ഈ പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന ഓരോ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ ജോലി സ്ഥലത്ത് ദൈവത്തിൻ്റെ കൃപയുണ്ടാകണം, അവരുടെ കുടുംബജീവിതത്തിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടാകണം, അവരുടെ ബിസിനസ്സിൽ ദൈവത്തിൻ്റെ കരുതൽ ഉണ്ടാകണം. കുഞ്ഞുങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി കാണുവാൻ കർത്താവ് സഹായിക്കണം. കർത്താവെ, ഈ ശബ്ദം കേൾക്കുന്ന ഓരോ മക്കളെയും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. രോഗികളായി ആരെങ്കിലും നിൽക്കുന്നുവെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. പൂർണ്ണ ആരോഗ്യം യേശുവിൻ്റെ നാമത്തിൽ വെളിപ്പെടട്ടെ. എവിടെ ബലഹീനതയുണ്ടോ അവിടെ ദൈവത്തിന് കൃപ വ്യാപരിക്കട്ടെ. പ്രത്യേകിച്ച് കർത്താവേ, അവൻ കാലിൻ്റെ അസ്ഥിക്ക് വേദനയാൽ, കാലിൻ്റെ താഴെ അസ്ഥിക്ക് വേദനയായി ഭാരപ്പെട്ടിരിക്കുന്ന നിന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആംഗിൾ ജോയിൻറ്റിൻ്റെ ബുദ്ധിമുട്ടിനാൽ ഭാരപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. പരിപൂർണ ആരോഗ്യം സ്വസ്ഥതയും യേശുവിൻ്റെ നാമത്തിൽ വെളിപ്പെട്ടിരിക്കുന്നതിനായി സ്തോത്രം കർത്താവേ. അങ്ങ് പൂർണ്ണ ആരോഗ്യം കൊടുക്കുന്ന ദൈവമാണ് കർത്താവേ. നിന്റെ കുഞ്ഞുങ്ങളുടെ ബ്ലഡ് പ്രഷർ യേശുവിൻ്റെ നാമത്തിൽ നോർമലാകട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആ രോഗബന്ധനം അഴിയട്ടെ. ബ്ലഡ് പ്രഷർ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. മരുന്നിനാലല്ല കർത്താവേ, യേശു ക്രിസ്തുവിൻ്റെ നാമത്താൽ അത് സൗഖ്യമാകട്ടെ.
പൂർണ്ണ സൗഖ്യം കൊടുത്തതിനായിട്ട് സ്തോത്രം. അപ്പം അതുപോലെ കർത്താവെ വീടും സ്ഥലവും ഒക്കെ മേടിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ വഴി തുറക്കുന്ന ദൈവം അങ്ങാകിയാൽ സ്തോത്രം. സാഹചര്യങ്ങളെ അനുകൂലമാക്കി കൊടുക്കുന്ന കർത്താവ് അങ്ങാകിയാൽ സ്തോത്രം. അങ്ങ് തൻ്റെ മക്കൾക്ക് ഈ ഭൂമിയിലും പാർപ്പാൻ ഭവനം കൊടുക്കുന്ന ദൈവമാകിയാൽ സ്തോത്രം. അതുകൊണ്ട് കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ആ വിഷയം ഏൽപ്പിക്കുന്നു. കർത്താവ് തക്ക സമയത്ത് നിവർത്തിച്ചു കൊടുക്കുന്നതിനായി സ്തോത്രം. വിവാഹപ്രായമായി ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തക്ക സമയത്ത് വിവാഹം നടക്കട്ടെ, തക്കതായ ആലോചനകൾ വരട്ടെ. അതുപോലെ കർത്താവെ കുഞ്ഞുങ്ങളുടെ അഡ്മിഷൻ ഭാവി ഓർത്ത് ഭാരപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ് വൻ കാര്യങ്ങളെ ചെയ്യണമേ. കർത്താവെ ഈ പ്രതിസന്ധികളുടെ നടുവിൽ കർത്താവ് തന്നെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അത്ഭുതകരമായ ചില വാതിലുകളെ തുറക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മക്കളെ യഹോവയാൽ ഉപദേശിക്കപ്പെട്ടവരും അവരുടെ സമാധാനം വലുതുമായിരിക്കട്ടെ. വഴിമാറിപ്പോകാതെ കർത്താവ് സൂക്ഷിക്കണം. പിതാവേ, ആദ്യ മാസത്തെ ഞങ്ങൾ ഒരുമിച്ച് അനുഗ്രഹിക്കുന്നു. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നവംബർ മാസം അനുഗ്രഹിക്കപ്പെടട്ടെ. അനേകർക്ക് അനുഗ്രഹമായി തീരട്ടെ ഈ മാസം. കർത്താവ് ഞങ്ങളിലൂടെ അനേകർ വിടുവിക്കപ്പെടുന്ന മാസമായി മാറട്ടെ. ദൈവരാജ്യത്തിന് പ്രയോജനമുള്ള മാസമായി മാറട്ടെ. കർത്താവ് ഞങ്ങളുടെ സഭയ്ക്ക് പ്രയോജനമുള്ള മാസമായി മാറട്ടെ. ദേശത്തിന് പ്രയോജനമുള്ള മാസമായി മാറട്ടെ. കർത്താവെ അങ്ങയുടെ നാമം ഞങ്ങളോട് ഉയരണം. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഇന്നു മുതൽ തുടങ്ങുന്ന ഈ മാസം കർത്താവെ 30-ാം തീയതി വരെ ഓരോ ദിവസങ്ങളിൽ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. അങ്ങയുടെ നാമം ഞങ്ങളിലൂടെ ഉയരുന്ന മാസമായി തീരട്ടെ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ പകൽക്കാലം കൂടുതൽ സമയം കർത്താവിനെ സ്തുതിക്കുവാനെടുക്കണം. കാരണം പുതിയൊരു മാസത്തിൻ്റെ ആരംഭ ദിവസമാണ്. അപ്പം കഴിഞ്ഞൊരു മാസം നടത്തിയതോർത്ത് കർത്താവിന് സ്തോത്രം പറയണം കേട്ടോ. അതുപോലെ ഇന്ന് സഭായോഗങ്ങളുള്ള ദിവസമാണ്. നമുക്ക് ഒരുമിച്ചൊരു വാക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പിതാവേ, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ലോകമെമ്പാടും നടക്കുന്ന ആരാധനയെ കർത്താവ് അനുഗ്രഹിക്കണം. അങ്ങയുടെ നാമം എന്ന് ഉയരണം. അങ്ങയുടെ ജനമെന്ന് ശക്തി പ്രാപിക്കണം. അങ്ങയുടെ വചനം എന്ന് വെളിപ്പെടണം. വൻ കാര്യങ്ങളെ കർത്താവ് ചെയ്യണം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. നമുക്ക് ഒരുമിച്ച് കർത്താവിന്റെ വചനം ധ്യാനിക്കാം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കർത്താവിന്റെ കൃപയും സമാധാനവും നിങ്ങളുടെ ജീവിതത്തിൽ വർദ്ധിച്ചു പെരുകി വരുമാറാകട്ടെ. പ്രത്യേകിച്ച് ദൈവവചനം ശ്രദ്ധയോടെ കേൾക്കണം, അതിന് പ്രാധാന്യം കൊടുക്കണം. അത് നിങ്ങളുടെ ജീവിതത്തെ അനുഗ്രഹമാകും. മറ്റുള്ളവർക്കൂടെ അത് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. ദൈവം അനുഗ്രഹിക്കട്ടെ. ഇവിടെ പറയുന്ന 1 കൊരിന്ത്യർ 2-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യമാണ് നമ്മളിന്ന് വായിക്കാൻ പോകുന്നത്. 1-ാം തീയതി രാവിലെ നമ്മൾ വായിക്കാൻ പോവുക. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് ഒരു കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യൻ്റെയും ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല എന്നെഴുതിയിരിക്കുന്നത് പോലെ തന്നെ. അപ്പം 2020 നവംബർ മാസം 1-ാം തീയതി പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുക, ഈ മാസം കർത്താവ് നമുക്ക് ഒരുക്കിയിട്ടുള്ളത് ഒരു കണ്ണും കണ്ടിട്ടില്ലാത്തതും, ഒരു ചെവിയിൽ കേട്ടിട്ടില്ലാത്തതും, ഒരു ഹൃദയത്തിൽ നിരൂപിച്ചിട്ടില്ലാത്തതുമായ നന്മകളെയാണ് കർത്താവ് നമുക്ക് ഒരുക്കി വെച്ചിരിക്കുന്നത്. ആ കരമൊന്ന് ഉയർത്തുന്ന സ്തോത്രം പറഞ്ഞേ, അതൊന്ന് റിസീവ് ചെയ്ത് യെസ് ലോർഡ് എന്ന് പറ. കർത്താവെ, അങ്ങ് എനിക്ക് വേണ്ടി ഒരുക്കിയത്, അങ്ങൻ്റെ കുടുംബത്തിന് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നത്, അങ്ങ് ഞങ്ങളുടെ ദേശത്തിന് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നത്, ഞങ്ങളുടെ സഭയ്ക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നത്, ഒരു കണ്ണ് കണ്ടിട്ടില്ലാത്തത്, ഒരു ചെവിയിൽ കേട്ടിട്ടില്ലാത്തത്, ഒരു ഹൃദയത്തിൽ നിരൂപിക്കാത്തതുമായ നന്മകളാകിയാൽ അങ്ങേക്ക് സ്തോത്രം പറയുന്നു. കർത്താവിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ സ്നേഹനിധിയാണ് നമ്മുടെ കർത്താവ്. അവൻ നന്മയല്ലാതെ തിന്മ ചെയ്യത്തില്ല. അവൻ നന്മ മാത്രമാണ് ഒരുക്കി വെച്ചിരിക്കുന്നത്. ഈ പുതിയ മാസം ആരംഭത്തിൽ പരിശുദ്ധാത്മാവ് നമ്മളെ വിളിച്ചുണർത്തിയപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കിക്കോ, 30 ദിവസവും നന്മകൾ ഒരുക്കി വെച്ചിട്ടാണ് കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത് കേട്ടോ. അതുകൊണ്ട് അതിനോടൊരു സ്തോത്രം പറഞ്ഞ കരം ഉയർത്തിയിട്ട് അങ്ങ് ഒരുക്കി വെച്ച എല്ലാ നന്മകൾക്കായിട്ട് സ്തോത്രം. നമ്മുടെ കർത്താവ് തിന്മയൊന്നും ചെയ്യത്തില്ല. നമ്മുടെ കർത്താവ് തിന്മയൊന്നും ചെയ്തിട്ടില്ല. നമ്മുടെ കർത്താവ് നന്മ മാത്രമേ ചെയ്യത്തുള്ളൂ. അപ്പം ഈ മാസം കർത്താവ് ഒരുക്കി വെച്ചിരിക്കുന്ന ആ നന്മകളെ അനുഭവിച്ച് നമുക്ക് ജീവിക്കണം. ഹല്ലേലൂയ. അതിനെക്കുറിച്ച് ഇന്ന് പ്രഭാതത്തിൽ നമ്മൾ കേട്ടു. കർത്താവ് നമുക്ക് നന്മ ഒരുക്കി വെച്ചിരിക്കുക. അപ്പം ഇനിയും എൻ്റെയും നിങ്ങളുടെയും ജോലി എന്താ? ആ നന്മ അനുഭവിച്ച് ജീവിക്കണം. കർത്താവ് ഒരുക്കി വെച്ചിരിക്കുന്ന ഈ മാസം കഴിഞ്ഞ മാസത്തേക്കാൾ, കഴിഞ്ഞ 10 മാസത്തേക്കാൾ ശ്രേഷ്ഠമായ മാസമാണ്. ആമേൻ, ഹല്ലേലൂയ. ആമേൻ. കർത്താവ് നമ്മളെ നടത്തുന്ന മാസമാണ്. ആമേൻ. ആത്മനിറവിൻ്റെ മാസമാണ്. ഒരു സ്വർഗീയ നിറവിൽ നമ്മൾ മുന്നേറാൻ പോകുന്ന മാസമാണ്. അപ്പം ഇവിടെ പറയുക, കർത്താവ് ഒരുക്കി വെച്ച് ആർക്കും കാണാൻ കഴിയത്തില്ല. പക്ഷേ നമുക്കോ, അതിൻ്റെ 10-ാമത്തെ വാക്യം പറയും, നമുക്കോ ദൈവം തൻ്റെ ആത്മാവിനാൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. അപ്പം എന്നെയും നിങ്ങളെയും സംബന്ധിച്ച് പറയുമ്പോൾ ദൈവം ഒരുക്കി വെച്ചിരിക്കുന്നത് ദൈവാത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തരും. ഇപ്പം നമ്മൾ പറയുക, നമ്മൾ ഒരു പുതിയ സ്ഥലത്തേക്ക് പോകുമ്പോൾ നമുക്ക് അവിടെ പല കാര്യങ്ങളുണ്ട് കാണാൻ. അവിടെ ഓൾറെഡി റെഡിയാക്കി വെച്ചിരിക്കുന്ന കാര്യങ്ങളാണ്. പക്ഷേ നമുക്കതറിയാൻ മേലാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? നമ്മളൊരു ഗൈഡിനെ വിളിക്കും. ഈ ഗൈഡ് എന്ത് ചെയ്യും? ഗൈഡ് നമ്മളെ ഓരോ സ്ഥലത്ത് കൊണ്ടുപോയിട്ട് പറയും, ഇതാണെന്ന് പറയും. അത് പുതിയ കാര്യങ്ങളൊന്നുമല്ല, അതവിടെ ഓൾറെഡി ഉള്ള കാര്യങ്ങൾ. അത് ഗൈഡ് എന്ത് ചെയ്യുന്നു? ഗൈഡ് നമുക്കൊന്ന് പറഞ്ഞു തരുന്നതേ ഉള്ളൂ. ഇവിടെ അതാ പറയുന്നത്, നമുക്കോ
ആർക്കാ? എനിക്കും നിങ്ങൾക്കും ദൈവം തൻ്റെ ആത്മാവിനാൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. അതായത് ഈ മാസം നമുക്ക് വേണ്ടി ഒന്നും ഒരുക്കാൻ പോവല്ലേ കേട്ടോ. അയ്യോ കർത്താവെ അങ്ങ് ഒരുക്കണം. നോ, കർത്താവ് നമുക്ക് വേണ്ടി ഓൾറെഡി ഒരുക്കി വെച്ചിരിക്കുക. അതാ പറഞ്ഞത്, ഒരുക്കിയിട്ടുള്ളത്. പാസ്റ്റ് ടെൻസാ പറഞ്ഞു, ഒരുക്കിയിട്ടുള്ളത്. ഒരുക്കാൻ പോകുന്നതല്ല, ഒരുക്കിക്കൊണ്ടിരിക്കുന്നതല്ല. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുക. അപ്പം ഇന്ന് പ്രഭാതത്തിൽ നിങ്ങൾ ഉണർന്ന് ഈ സന്ദേശം കേൾക്കുമ്പോൾ ഓർത്തോണം, നന്മയെല്ലാം ദൈവം നിങ്ങൾക്ക് ഒരുക്കി വെച്ചിരിക്കുക. ഒന്ന് പറഞ്ഞ്, യേശുവെ ഞാൻ അങ്ങേ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞ്. കാരണം ആ യേശു ക്രിസ്തുവില്ല നമുക്കെല്ലാം ഒരുക്കി വെച്ചിരിക്കും. അപ്പം ആ ഒരുക്കി വെച്ചിരിക്കുന്ന നന്മകൾ അവൻ സാധാരണ കണ്ണുകൾ കൊണ്ടോ ചെവികൾ കൊണ്ടോ ഹൃദയം കൊണ്ടോ കാണാൻ പറ്റാത്തത് കൊണ്ട് കർത്താവ് എന്ത് ചെയ്തു? തൻ്റെ ആത്മാവിനാൽ. അപ്പം ദൈവാത്മാവ് നമുക്കത് വെളിപ്പെടുത്തി തരും. പ്രിയപ്പെട്ടവരെ, ഇങ്ങോട്ട് നോക്കിക്കേ, അങ്ങനെ ജീവിക്കണം. അതായത് കർത്താവ് നമുക്ക് ഈ മാസം ഒരുക്കി തന്നിരിക്കുന്ന നന്മകളെ കണ്ട് അതനുഭവിച്ച് ജീവിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവുമായിട്ട് നല്ല ബന്ധത്തിലായിരിക്കണം. നമ്മുടെ ഗൈഡാ പരിശുദ്ധാത്മാവ്, നമ്മുടെ കംഫോർട്ടറാ പരിശുദ്ധാത്മാവ്, നമ്മുടെ കൗൺസിലറാ പരിശുദ്ധാത്മാവ്, നമ്മുടെ ആലോചനക്കാരനാ പരിശുദ്ധാത്മാവ്, നമ്മുടെ അഡ്വക്കേറ്റാ പരിശുദ്ധാത്മാവ്, നമ്മുടെ സഹായിയാ പരിശുദ്ധാത്മാവ്. നമുക്ക് വേണ്ടി ഇടിവിൽ നിൽക്കും, ഇടയിൽ നിൽക്കും, നമ്മുടെ കൂടെ നമ്മുടെ നാവിലൂടെ പ്രാർത്ഥിക്കും. അപ്പം ഈ ദൈവാത്മാവിനറിയാം, പിതാവ് എനിക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത് എൻ്റെ പേരിൽ എഴുതി വെച്ചിരിക്കുന്ന ഈ മാസം നിങ്ങളുടെ ഓരോരുത്തരുടെയും പേരിൽ എഴുതി വെച്ചിരിക്കുന്ന ദൈവാത്മാവിനറിയാം. അപ്പം നമുക്ക് എന്തു വേണം? നമുക്ക് ദൈവാത്മാവിനോടുള്ള സഹകരണം ഉണ്ടാകണം. എങ്കിൽ മാത്രമേ എന്ത് കാണാൻ പറ്റുള്ളൂ? ദൈവം നമുക്ക് ഒരുക്കി വെച്ചിട്ടുള്ളത് കാണാൻ പറ്റത്തുള്ളൂ. അവൻ ഇങ്ങോട്ട് നോക്ക്, എൻ്റെ ഹൃദയത്തിലുള്ള എൻ്റെ ആത്മാവിനെ അറിയത്തുള്ളൂ. എന്നാൽ എൻ്റെ ആത്മാവ് സകലത്തെയും ദൈവത്തിൻ്റെ ആഴങ്ങളെയും ആരായുന്നു. മനുഷ്യനിലുള്ളത് മനുഷ്യൻ്റെ ആത്മാവല്ലാതെ മനുഷ്യരിൽ ആരറിയും? ഇപ്പം എൻ്റെ മനസ്സിൽ എന്തൊക്കെ ഉണ്ടെന്നുള്ളത് നിങ്ങൾക്ക് ആർക്കും അറിയത്തില്ല, അത് എനിക്കേ അറിയത്തുള്ളൂ. നിങ്ങളുടെ മനസ്സിൽ എന്തൊക്കെ ഉണ്ടെന്നുള്ളത് നിങ്ങൾക്ക് അറിയത്തുള്ളൂ, എനിക്കും അറിയത്തില്ല. ആ വണ്ണം തന്നെ ദൈവത്തിലുള്ളത് ദൈവാത്മാവല്ലാതെ ആരും ഗ്രഹിച്ചിട്ടില്ല. അപ്പോൾ കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ളത് ആർക്കേ അറിയത്തുള്ളൂ? ദൈവാത്മാവിനെ അറിയത്തുള്ളൂ. ഞാനിങ്ങനെ പറയാറുണ്ട്, കർത്താവെ ഞാൻ ഏത് പാട്ട് പരിശുദ്ധാത്മാവിനോട് ചോദിക്കും. പരിശുദ്ധാത്മാവ് പറ, പിതാവ് ഏത് പാട്ട് കേൾക്കാനാണ് ആഗ്രഹിക്കുന്നത്? അമേൻ. അപ്പോൾ പരിശുദ്ധാത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തരും പിതാവിന് ഇഷ്ടമുള്ള പാട്ട്. നമ്മൾ ചുമ്മാ 2 പാട്ട് പാടുന്നതിനേക്കാൾ നല്ലതല്ലേ പിതാവിന് ഇഷ്ടമുള്ള പാട്ട് പാടുന്നത്? അതുപോലെ ഈ മോർണിംഗ് മെസ്സേജ് പറയുമ്പോഴും അല്ലെങ്കിൽ ഏതൊരു സന്ദേശം ഒരുക്കാൻ ആഗ്രഹിക്കുമ്പോഴും പരിശുദ്ധാത്മാവിനോട് പിതാവ് എന്തുവാ ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്, പിതാവിൻ്റെ മനസ്സിലിരിക്കുന്ന എന്തുവാ, പിതാവിൻ്റെ ഹൃദയത്തിലുള്ള എന്തോ. അപ്പം പരിശുദ്ധാത്മാവ് എന്നാ പറയും? പരിശുദ്ധാത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തരും എന്താണ് പിതാവ് ഇന്ന് നമ്മളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, സഭയോട് പറയാൻ ആഗ്രഹിക്കുന്നത്. അതാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ പാടുമ്പോൾ പോലും നമ്മൾ ചോദിക്കും, പരിശുദ്ധാത്മാവേ അങ്ങ് വെളിപ്പെടുത്തിക്കുക പിതാവിൻ്റെ ഇഷ്ടം. അപ്പോൾ പിതാവിൻ്റെ ഇഷ്ടം അറിയാവുന്നവൻ പരിശുദ്ധാത്മാവ് മാത്രമാണ്. അപ്പം നമ്മുടെ ജീവിതത്തിലെ പിതാവിൻ്റെ പ്ലാൻ എന്തെന്ന് നമുക്ക് അറിയണമെങ്കിൽ നമുക്ക് ദൈവാത്മാവുമായിട്ട് പൂർണ്ണ ബന്ധമുണ്ടാകും. അപ്പോൾ ദൈവാത്മാവ് നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ട്. നമ്മളൊന്ന് സംസാരിക്കാൻ തയ്യാറായാൽ മതി, നമ്മളൊന്ന് ചോദിക്കാൻ തയ്യാറായാൽ മതി. ഓരോ ദിവസവും രാവിലെ എഴുന്നേറ്റിട്ട് പറയണം, ഇന്ന് എനിക്ക് വേണ്ടി പിതാവ് നന്മ ഒരുക്കി വെച്ചിട്ടുണ്ട്, അമേൻ, എനിക്കറിയാം, തിന്മയൊന്നും കർത്താവ് ചെയ്യത്തില്ല. അപ്പം പരിശുദ്ധാത്മാവേ അതൊന്നും വെളിപ്പെടുത്തി തരണേ. പലപ്പോഴും എന്തുകൊണ്ടാണ് തിന്മകൾ സംഭവിക്കുന്നറിയാമോ? പലപ്പോഴും എന്തുകൊണ്ടാണ് പ്രശ്നങ്ങൾ വരുന്നറിയാം? നമ്മൾ ദൈവാത്മാവിൻ്റെ ആലോചനയ്ക്ക് വഴങ്ങാതെ അല്ലെങ്കിൽ ദൈവാത്മാവിൻ്റെ ആലോചന ചോദിക്കാതെ നമ്മുടെ കണ്ണിന് നല്ലതെന്നും നമ്മുടെ കാതിന് ഇമ്പമുള്ളതും നമ്മുടെ വായ്ക്ക് രുചിയുള്ളതും ഒക്കെ നമ്മളങ്ങ് ചെയ്യുകയും പ്രവർത്തിക്കുകയും ചെയ്യുക. നമുക്ക് നമ്മുടെ മാനുഷിക ബുദ്ധിയിൽ നല്ലതെന്ന് തോന്നുന്ന നമ്മൾ ചാടിക്കറി ചെയ്യും. അപ്പോൾ എന്തു പറ്റും? ചിലപ്പോൾ അത് തിന്മയായി മാറും. പക്ഷേ ഓരോ ദിവസവും ഓരോ നിമിഷവും കർത്താവിനോട് ചോദിക്കണം, പരിശുദ്ധാത്മാവിനോട് ചെയ്യണം, പരിശുദ്ധാത്മാവേ ഇങ്ങനെ തന്നെ വിളിക്കണം, പരിശുദ്ധാത്മാവേ അങ്ങ് പറ, എന്തുവാ ഇന്ന് അപ്പൻ്റെ പ്ലാന്, എന്തുവാ അപ്പൻ ഇന്ന് ആഗ്രഹിക്കുന്നത്, എന്നോടൊന്ന് പറഞ്ഞേ, എനിക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ള ഒന്ന് കാണിച്ചാട്ടെ, അതൊന്ന് കണ്ടിട്ട് ഞാൻ അതനുസരിച്ചൊന്ന് ജീവിക്കട്ടെ, അതൊന്ന് അനുഭവിക്കട്ടെ. ഇന്ന് 2020 നവംബർ മാസം 1-ാം തീയതി എനിക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ളതൊക്കെ ഒന്ന് കാണിച്ചതാ, അല്ലെങ്കിൽ അതെനിക്കൊന്ന് വെളിപ്പെടുത്തിയതാ, അത് ഞാനത് അനുഭവിച്ച് ജീവിപ്പാൻ പരിശുദ്ധാത്മാവേ അങ്ങനെ സഹായിക്കണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മൾ രാവിലെ എഴുന്നേറ്റ് കർത്താവെ അത് തരണേ, കർത്താവെ ഇത് തരണേ, കർത്താവെ അങ്ങനെ നടത്തണമേ, കർത്താവെ ഇങ്ങനെ നടത്തണമേ, കർത്താവെ അങ്ങനെ ചെയ്തേക്കണേ, കർത്താവെ ഇങ്ങനെ ചെയ്തേക്കണേ. അമ്മേ കർത്താവ് പറയുന്നത് ഒരുക്കി വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ ഒരുക്കി വെച്ചത് പരിശുദ്ധാത്മാവ് നമുക്ക് പറഞ്ഞു തരും, മോനെ ഇതാണ് നിനക്ക് വേണ്ടി ഇന്ന് ഒരുക്കി വെച്ച്. അത് നന്മയാ കുഞ്ഞുങ്ങളെ, ഏറ്റവും ബെസ്റ്റാണ് നമ്മുടെ പിതാവ് നമുക്ക് വേണ്ടി ഒരുക്കുള്ളൂ. അവൻ തിന്മ ഒന്നും ചെയ്ത് നന്മയല്ല അതൊന്നും ചെയ്തിടാത്തവൻ എന്നല്ലേ നമ്മൾ പാടുന്നത്. അപ്പോൾ നന്മയല്ലാതെ നമ്മുടെ അപ്പൻ ഒന്നും നമുക്ക് ചെയ്യത്തില്ല. പക്ഷേ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പറ്റുമെന്ന് പറഞ്ഞാൽ നമ്മൾ അത് അപ്പൻ ഒരുക്കി വെച്ചത് കാണാതെ നമുക്ക് ഇഷ്ടമുള്ളത് എടുക്കുന്നത് കൊണ്ടാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ അപ്പൻ ഒരുക്കി വെച്ചത് അറിയുവാൻ നമ്മുടെ കൂടെ പരിശുദ്ധാത്മാവിനെ തന്നിട്ടുണ്ട്. അപ്പോൾ പരിശുദ്ധാത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തരും, ഒരുക്കി വെച്ചിരിക്കും. വെളിപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ ഉള്ളത് നമുക്ക് കാണിച്ചു തരും.
അതുകൊണ്ട് ഇന്ന് തൊട്ട് ഈ മാസം പ്രിയപ്പെട്ടവരെ പരിശുദ്ധാത്മാവിന് വിട്ടുകൊടുക്കണം. പരിശുദ്ധാത്മാവിൻ്റെ മാസമായിരിക്കണം. അവൻ സ്വർഗീയ നിറവിനാൽ നിറയണം. കർത്താവ് നമുക്ക് ഒരുക്കുക, നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി എല്ലാം ഒരുക്കി വെച്ചിരിക്കുക, ഓൾറെഡി പ്രിപ്പയർഡ്. നിങ്ങൾ ഇന്ന് രാവിലെ എഴുന്നേറ്റ് ഈ സന്ദേശം കേൾക്കുമ്പോൾ നിങ്ങൾ വിശ്വസിച്ചാട്ടെ, നിങ്ങൾക്ക് വേണ്ടിയുള്ളത്, നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ളത്, നിങ്ങളുടെ ആവശ്യങ്ങൾക്കുള്ള എല്ലാം കർത്താവ് ഒരുക്കി വെച്ചിട്ടുണ്ട്. അത് ഇന്ന് പകൽക്കാലം അവൻ കർത്താവിനോട് ചോദിക്കണം. ഓരോ പ്രഭാതത്തിലും ചോദിക്കണം, പരിശുദ്ധാത്മാവേ എനിക്കൊന്ന് വെളിപ്പെടുത്തുക. അങ്ങനെ ചോദിച്ച് മനസ്സിലാക്കി അത് അനുഭവിച്ച് ജീവിക്കുമ്പോൾ പുതിയൊരു തലം നമ്മുടെ മുമ്പിൽ ഓപ്പണാകും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നന്മയല്ലാതെ നമ്മുടെ കർത്താവ് നമുക്ക് യാതൊരു തിന്മയും ചെയ്യത്തില്ല. ആ നന്മ അനുഭവിച്ച് ഇന്ന് പകൽക്കാലം ഈ മാസം ജീവിക്കണം കേട്ടോ, കർത്താവിൽ നിന്ന് പ്രാപിച്ച്. ഈ വചനത്താൽ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. ദൈവാത്മാവിനോട് ചോദിച്ചാൽ മതി, പരിശുദ്ധാത്മാവ് പറഞ്ഞു തരും. ബട്ട് ആസ്ക് ഹിം, സ്പീക്ക് ടു ഹിം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. വി ആർ ഷൈനിങ് ബൈ ദ പവർ ഓഫ് ഹോളി സ്പിരിറ്റ്. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു. ചോദിക്കണം പരിശുദ്ധാത്മാവിനോട് കേട്ടോ, എന്നിട്ട് വേണം ആരംഭിക്കാൻ. ദൈവം അനുഗ്രഹിക്കട്ടെ.